വീണ്ടും ഒരു പ്രണയപ്പക എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ, കൊല്ലത്തുണ്ടായ കേസ്. 2025 തുടങ്ങിയതിനു ശേഷം ഇങ്ങനത്തെ ഉള്ള ഒരു ന്യൂസിലൊന്നും ഒരു പുതുമയില്ലാതായി. കാരണം ഇതേപോലത്തെ ഉള്ള ന്യൂസുകൾ തന്നെയാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പൊ കേരളത്തിന്റെ പേര് ഇനി വേറെ രീതിയിൽ മാറ്റേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ പോക്കാണ് പോകുന്നതെങ്കിൽ. അപ്പൊ കൊല്ലത്തുണ്ടായ സംഭവത്തെ കുറിച്ച് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. കൊല്ലപ്പെട്ട കുട്ടിയുടെ പേര് ഫെബിൻ ജോർജ് എന്നാണ്. ഈ കുട്ടി കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ്. പ്രതിയുടെ പേര് തേജസ് രാജ് എന്നാണ്. തേജസ് രാജ് PSC കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. തേജസ് രാജിന്റെ അച്ഛൻ നീണ്ടകര DCRPയിലെ ഒരു ഗ്രേഡ് SI ആണ്. കൊല്ലപ്പെട്ട ഫെബിന്റെ അച്ഛൻ ഒരു ഹോസ്പിറ്റലിലെ ഡ്രൈവറുമാണ്. ഫെബിൻ ജോർജ് തോമസിന് 22 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തേജസ് എന്ന് പറയുന്ന പയ്യന് 30, 35 വയസ്സ്, 24 വയസ്സ് എന്നൊക്കെ പല ന്യൂസ് ചാനലുകളിലും പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ ഒരു കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് പറയുന്നത് വർഷങ്ങളായി ഫെബിന്റെ സഹോദരിയും തേജസ് രാജുമായിട്ട് സുഹൃത്തുക്കളായിരുന്നു. +2 മുതൽ ഇരുവരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അതേപോലെ ഇരുവരും ചേർന്നാണ് എഞ്ചിനീയറിംഗും ചെയ്തിരുന്നത്. അതിനുശേഷം രണ്ടുപേരും കൂടി കൊല്ലത്ത് ഒരു കോച്ചിങ് സെന്ററിൽ ബാങ്ക് കോച്ചിങ്ങിന് പോയി ചേർന്നു. തേജസിന് ബാങ്കിൽ ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം PSC എഴുതി തേജസിന് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ പാസ്സാകാനായി. പക്ഷേ തേജസിന് ഫിസിക്കൽ പാസ്സാകാനായില്ല. ഫെബിന്റെ സഹോദരിക്ക് ബാങ്കിൽ ജോലിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ ബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടായി തുടങ്ങിയത്. ഇതിനുശേഷം തേജസിനെ കൗൺസിലിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ തേജസ് ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിച്ചിരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇരുവരും തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹവും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് വീട്ടുകാരും തമ്മിലും അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫെബിന്റെ സഹോദരി ബന്ധത്തിൽ നിന്നും പിന്മാറുകയും ഇതിനെ തുടർന്ന് തേജസ് പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്താനും തുടങ്ങി. ഇത് വീട്ടുകാർ വിലക്കിയതോടു കൂടിയിട്ട് ഈ തേജസ് രാജിന് പെൺകുട്ടിയോടും വീട്ടുകാരോടും പകയായി. ആ കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു 7:30 കൂടിയിട്ടാണ് വെള്ള വാഗനാർ കാർഡില് തേജസ് രാജ് ഉളിയങ്കാവിലുള്ള ഫെബിന്റെ വീട്ടിലെത്തുന്നത്. ഇയാൾ പറുതു ധരിച്ചാണ് എത്തിയതിനു ശേഷം കോളിംഗ് ബെൽ അടിക്കുന്നു. വാതിൽ തുറന്ന ഉടനെ ഇയാള് വീടിനുള്ളിലേക്ക് ചാടി കയറുകയായിരുന്നു. ഇത് കണ്ട് പകച്ചുപോയ വീട്ടുകാരുടെ മുന്നിലേക്ക് തേജസ് കരുതിയ കുപ്പികളിൽ നിന്നും ഒരു കുപ്പിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് തളിക്കുകയായിരുന്നു. അപ്പൊ ഇത് കണ്ട ദൃക്സാക്ഷിയായ അമ്മ പറഞ്ഞത് അതിൽ നിന്നും പെട്രോളിന്റെ ഗന്ധം വരുന്നുണ്ട് എന്നാണ്. അപ്പൊ നമുക്കത് പെട്രോൾ ആണെന്ന് പറയാം. അപ്പൊ വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. കൈ കരുതിയ പെട്രോൾ നേരെ ഫെബിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. കത്തിക്കാനുള്ള ഒരു അവസരം ഇല്ല എന്ന് മനസ്സിലാക്കിയ തേജസ് രാജ് കത്തിയെടുത്ത് ഫെബിനെ കുത്തുകയായിരുന്നു. ഫെബിനെ രക്ഷിക്കാൻ ഇടയിലേക്ക് കയറി വന്ന അച്ഛനും കുത്തേറ്റു. ഫെബിന്റെ നെഞ്ചിലും കഴുത്തിലും കയ്യിലുമായിട്ട് മാരക മുറിവുകളാണുള്ളത്. അതില് കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണം എന്നാണ് പോലീസ് പറയുന്നത്. ഫെബിന്റെ അച്ഛനും കുത്തേറ്റിരുന്നു. അച്ഛന്റെ ആരോഗ്യനില ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. പ്രതിയുടെ കുത്തേറ്റ ശേഷം ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. കുറച്ചു ദൂരം മൂടി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഫെബിൻ ചെയ്തത്. കുത്താൻ ഉപയോഗിച്ച കത്തി അവിടെ ഉപേക്ഷിച്ച ശേഷം തേജസ് രാജ് ഓടി കാറിൽ കയറി അവിടെ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ ശേഷം ഈ തേജസ് രാജ് ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാറിന്റെ ഉള്ളിലെല്ലാം രക്തം പുരണ്ടതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഒരു പ്രണയബന്ധമുണ്ടായി, വിവാഹം ഉറപ്പിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി അതിൽ നിന്ന് പിന്മാറി. അതിന് പക പോക്കാനായിട്ടാണ് ഈ തേജസ് രാജ് വന്നത്. ഇതിൽ പക പോക്കിയിട്ട് ഈ തേജസ് രാജ് എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ലഭിച്ചു? 2 കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടതല്ലാതെ അതിനെന്തൊരു റിസൾട്ട് കിട്ടി? ഈ തേജസ് രാജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ തേജസ് രാജിന് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവുമില്ല. അതേപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ ഈ തേജസ് രാജിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഒരു അച്ഛനും മകനും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു നല്ല കുടുംബം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യുമോ എന്ന് വരെ പകച്ചു നിൽക്കുവാണ് പലരും. ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുക. ഈ കുട്ടികളൊന്നും മാതാപിതാക്കളെ ഓർക്കാത്തത് വളരെ കഷ്ടം തന്നെ. ഒരു പെണ്ണ് പോയി എന്ന് പറഞ്ഞ് കയ്യിൽ കത്തിയുമായി കൊല്ലാൻ ഇറങ്ങുന്ന ഈ കുട്ടികളെ ഇനി എന്ത് പറഞ്ഞാണ് നന്നാക്കി എടുക്കുക? തേജസ് രാജ് എന്ന് പറയുന്ന പയ്യൻ ഈ വീട്ടിൽ വന്ന് മറ്റൊരു കുട്ടിയുടെയും ജീവിതം കളഞ്ഞ് ഒടുവിൽ അവനും പോയി അവന്റെ ജീവിതവും തൊലച്ചു. അപ്പോൾ ഒരു ജീവനും ഒരു ജീവിതത്തിനും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഈ കുട്ടികളൊന്നും.